Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഇത് നമ്മുടെ പോളോയുടെ MBA എന്ന് പറഞ്ഞ മോഡലാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനോട് കൂടി വരുന്ന മോഡലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം തുടങ്ങുമ്പോൾ ഇവിടെ VOLKSWAGENന്റെ ഒരു വലിയ ബാഡ്ജിങ് കാണാം. അതോടൊപ്പം ഒരു റെഡ് ലൈനിങ്ങും പോയിട്ടുണ്ട്. ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ്. അതുകൂടാണ്ട് ബ്ലാക്ക് മാസ്കിങ്ങോടുകൂടിയുള്ള ഹെഡ്ലൈറ്റും പിന്നെ ഒരു ഫോഗ് ലാമ്പും താഴെ വരുന്നുണ്ട്. അത്രയൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. 15 ഇഞ്ചോട് കൂടിയ ട്യൂബ്ലെസ് അലോയ് വീലോട് കൂടി വരുന്ന ടയറാണ് ഈ വണ്ടിയുടെ അകത്തുള്ളത്. ബാക്ക് ടയറും സെയിം ടയർ തന്നെയാണ്. പിന്നെ സൈഡിൽ നിന്നുള്ള പ്രൊഫൈലിൻ്റെ അത് വലിയ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. 2 ഡോർ നോബും അതുകൂടാണ്ട് ഒരു സൈഡ് മിററും, വേറെ പ്രത്യേകിച്ച് ഈ സൈഡിലൊന്നുമില്ല. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ഇവിടെ VOLKSWAGENന്റെ ഒരു വലിയ ബാഡ്ജിങ് കാണാം. അതുകൂടാണ്ട് പോളോ എന്നുള്ളൊരു ബാഡ്ജിങ്ങും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബാക്ക് വൈപ്പറും ഒരു ആൻറ്റീനയും വരുന്നുണ്ട്. അത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ ബാക്ക് പ്രൊഫൈൽ എന്ന് വരുന്നത്. ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും കൂടി കൂടിയൊരു ടെയിൽ സെക്ഷനാണ് ബാക്കിൽ കാണാൻ പറ്റുന്നത്. പിന്നെ വണ്ടിയുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ സെയിം 15 ഇഞ്ചിൻ്റെ അലോയോട് കൂടിയ ടയേഴ്സാണ് കാണാൻ പറ്റുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ അപ്പുറത്തെ സൈഡിലുള്ള ഒരു പ്രൊഫൈല്. ഇത്രയൊക്കെ തന്നെയാണ് വണ്ടിയുടെ പുറത്തുനിന്നുള്ള കാഴ്ചകൾ. ഇനി വണ്ടിയുടെ എഞ്ചിൻ ബേയും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ വണ്ടിയുടെ അകത്ത് വരുന്നത്. ഇൻലൈൻ 3 സിലിണ്ടർ എഞ്ചിനാണ് ഈ വണ്ടിയുടെ അകത്ത് കാണാൻ കഴിയുന്നത്. വേറൊരു പേരും കൂടി വണ്ടിയുടെ എഞ്ചിന് പറയും, SOHC എഞ്ചിൻ എന്നും കൂടി പറയും. അന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഓവർ ഹെഡഡ് ക്യാംഷാഫ്റ്റ് എഞ്ചിൻ എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ആവശ്യത്തിന് നല്ല പവറും അതോടൊപ്പം നല്ല ടോർക്കും തരാൻ കഴിയുന്ന ഒരു എഞ്ചിനാണ് ഈ വണ്ടിയുടെ അകത്ത് കാണാൻ കഴിയുന്നത്. ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ എഞ്ചിൻ വേയിലുള്ള വിശേഷങ്ങൾ. ഇനി വണ്ടിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളും കൂടി കാണാം. നമുക്ക് ഈ വണ്ടിയുടെ ഡോർ സൈഡിലേക്ക് വരുമ്പോൾ 4 ഗ്ലാസ് ഓപ്പൺ ചെയ്യാനും പിന്നെ ഗ്ലാസ് ലോക്ക് ചെയ്യാനുള്ള പാനലും കാണാം. അതോടൊപ്പം ഡോർ ലോക്ക് ചെയ്യാനും ഡോർ അൺലോക്ക് ചെയ്യാനുള്ള പാനലും കാണാം. ഈ ഡോർ അൺലോക്ക് പാനലിന് വേറൊരു ഉപയോഗം കൂടിയുണ്ട്. ഇതിപ്പോൾ അൺലോക്ക് പൊസിഷനിൽ കിടക്കുവാണെങ്കിൽ വണ്ടിയുടെ പെട്രോൾ ടാങ്കിൻ്റെ ഇതും നമുക്ക് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീല്. 3 സ്പോക്ക് കൂടി വരുന്ന സ്റ്റിയറിംഗ് വീലാണ് ഈ വണ്ടിയുടെ അകത്ത് കാണാൻ കഴിയുന്നത്. ഈ സ്റ്റിയറിംഗ് വീല് തന്നെ വണ്ടിക്ക് ഒരു പ്രത്യേക അട്രാക്റ്റീവ് ലുക്കാണ്. ഇതാണ് വണ്ടിയുടെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്പീഡോമീറ്റർ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ സ്പീഡോമീറ്ററും അതോടൊപ്പം ടാക്കോമീറ്ററും കൂടി കൂടിയൊരു ക്ലസ്റ്ററാണ് ഈ വണ്ടിയുടെ അകത്ത് വരുന്നത്. നമുക്ക് ഈ ക്ലസ്റ്റർ ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ ഉള്ള വ്യൂ ഇതാണ്. വാർണിംഗ് സൈൻസും അതോടൊപ്പം ഇവിടെ വണ്ടിയുടെ ഇപ്പോഴത്തെ മൈലേജും കിലോമീറ്റർ ട്രിപ്പ് സെറ്റ് ചെയ്തേക്കുന്നതും അതോടെ ഫ്യൂവൽ ഗേജ് ഈ വണ്ടിയുടെ അകത്ത് കാണാൻ പറ്റും. സൈഡിലുള്ള ലിവേഴ്സ് നോക്കുമ്പോൾ ഇപ്പുറത്ത് വൈപ്പർ ഓണാക്കാനും ഓഫാക്കാനും അതോടൊപ്പം അപ്പുറത്ത് ഇൻഡിക്കേറ്ററും പിന്നെ ഡിമ്മും ബ്രൈറ്റും ആക്കാനുള്ളത് ഇപ്പുറത്തും. ഇനി അതോടൊപ്പം ഹെഡ്ലൈറ്റ് ഓണാക്കാനും പാർക്ക് ലൈറ്റ് ഒക്കെ ഓണാക്കാനും ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് പാർക്ക്, ഇത് ഹെഡ്ലൈറ്റ് ഓണാക്കാനും പിന്നെ ഫ്രണ്ടിലെ പാർക്ക് ഓണാക്കാൻ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് സൈഡിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ പാർക്ക് ഓണായി. പിന്നെ ഒന്നും കൂടി പൊക്കിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ബാക്കിലെ ടെയിൽ ലാമ്പ് ഓണാവും. പിന്നെ അതോടൊപ്പം ഇവിടെ 1, 2, 3, 4 AC വെന്റും വന്നിട്ടുണ്ട്. ഇതാണ് സ്റ്റീരിയോ സെക്ഷൻ വരുന്നത്. അതോടൊപ്പം ഇപ്പോഴത്തെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനും AC കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താഴെ സൈഡിൽ തന്നെയാണ്. പിന്നെ ഈ വണ്ടിയുടെ ഗിയർ സൈഡിലേക്ക് നോക്കുമ്പോൾ മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയുള്ള 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിയുടെ അകത്ത് വരുന്നത്. ഇവിടെ ബാക്ക് വ്യൂ മിററും അതോടൊപ്പം ഇവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സൺലൈറ്റ് ഷെയ്ഡും ഒരെണ്ണം വന്നിട്ടുണ്ട്. അത്രയൊക്കെയാണ് വണ്ടിയുടെ ഈ സൈഡിലുള്ളത്. ഈ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ആവശ്യത്തിന് ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. 2 പേർക്ക് സുഖമായിട്ടിരിക്കാം. 3 പേർക്ക് പിന്നെ ഇരിക്കാൻ പറ്റാത്ത എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടുക്ക് കൂടി ഒരു റെയിൽ പോയിട്ടുണ്ട്. ഇത് ഹാൻഡ് ബ്രേക്കിന്റെ ഒക്കെ റെയിലാണ് വരുന്നത് ഈ സൈഡിൽ. അപ്പൊ നമുക്ക് ഇനി വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. വണ്ടി ഓടിക്കുമ്പോൾ നല്ല പുള്ളിങ് ഉണ്ട്. 1.2 ലിറ്റർ എഞ്ചിന്റെ ആ പെർഫോമൻസ് നമുക്ക് അതേപോലെ കിട്ടും. പിന്നെ VOLKSWAGEN വെച്ച് നോക്കുമ്പോൾ മൈലേജിന്റെ കാര്യം ചോദിക്കരുത്. വണ്ടിക്ക് ഒട്ടും മൈലേജ് കിട്ടൂല. VOLKSWAGEN മെയിൻലി നോക്കുന്നത് വണ്ടിയുടെ
പെർഫോമൻസിന്റെ കാര്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും അവർ വലിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പൊ വണ്ടി ഹൈവേയിൽ ഒരു 15 വരെയൊക്കെ മൈലേജ് കിട്ടും. പിന്നെ സിറ്റി ഡ്രൈവിൽ ഒരു 7, 8, 9 അതിന്റെ ഉള്ളിലേക്കും കിട്ടുന്നത്. മൈലേജ് അതിലൊക്കെ ഭയങ്കര കുറവാണ്. കാരണം ഈ വണ്ടി കൂടുതലും പെർഫോമൻസിന്റെ കാര്യം നോക്കുന്നതുകൊണ്ടാണ് ഈ മൈലേജ് ഇത്രയും കുറവ് വരുന്നത്. പിന്നെ ഈ വോക്സ്വാഗന്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇറങ്ങിയപ്പോൾ തൊട്ട് ഇപ്പൊ വരെ ഒരേ മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത്. മോഡലിന് വലിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിന്റെ ബോഡി ബിൽഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പഴയ വണ്ടിയുടെ ഈ വണ്ടി എങ്ങനെ ഇറങ്ങി അതേപോലെ തന്നെ ഇരിക്കുന്നത്. എന്നിട്ടും ഇപ്പൊ ഇറങ്ങുന്ന പുതിയ കാറുകളായിട്ട് ഈ വണ്ടി പിടിച്ചേക്കുന്നുണ്ട്. അതിന് വോക്സ്വാഗന് വലിയ ഹാറ്റ്സ് ഓഫ്. അപ്പോൾ അതൊക്കെ തന്നെയുള്ള ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വണ്ടിയായി കാണുന്നവരെ ബൈ. Didn't even get to